गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः साक्षात् परब्रह्म तस्मै ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. വാരഫലം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 5/5/2024 മുതൽ 11/5/2024 വരെ, അതായത് 1199 ആണ്ട് മേടം 22 മുതൽ 28 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നിവ ചേർന്ന മേടക്കൂറിൻ്റെ ഫലമാണ് ആദ്യമായി പറയാൻ പോകുന്നത്. മേടക്കൂറിൽ ജനിച്ചവർ പൊതുവെ ജലത്തെ ഭയപ്പെടുന്നവരും നീളം കൂടിയ കണ്ണുകളോട് കൂടിയവരുമായിരിക്കും. ഇവർ യാത്രകൾ ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്നു. അന്യരെ സേവിക്കാൻ ഇവർക്ക് പ്രത്യേകമായ സാമർഥ്യമുണ്ടാകും. ഈ ആഴ്ച ഇവർക്ക് ശിരസ് സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. രോഗം മൂലം പണച്ചെലവുണ്ടാകും. ഭാര്യാവിരഹം കാണുന്നു. അഭിലഷണീയമല്ലാത്ത പ്രേമബന്ധങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇവർ ജാഗ്രത പാലിക്കണം. വിശേഷപ്പെട്ട അന്നപാനീയങ്ങൾ കഴിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കർമ്മപുഷ്ടി, ധനലബ്ധി, കുടുംബസുഖം എന്നിവ കാണുന്നു. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വഴി അപമാനത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതായിരിക്കും. കലഹത്തിന് സാധ്യതയുള്ളതിനാൽ വാക്കുകൾ കരുതി പ്രയോഗിക്കുക. ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിച്ച് മുൻവിളക്ക്, പിൻവിളക്ക് എന്നിവ നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ ദീപസമർപ്പണം നടത്തുന്നതും ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കും. അടുത്തത് കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യപാദി എന്നിവ ചേർന്ന ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഇടവക്കൂറിൽ ജനിച്ചവർ പൊതുവെ തടിച്ച മുഖത്തോടു കൂടിയവരായിരിക്കും. വളരെയധികം സഹനശക്തി ഉണ്ടാകും. ദാനധർമ്മങ്ങൾ ചെയ്യാൻ തികഞ്ഞ താല്പര്യം ഉള്ളവരായിരിക്കും. ഈ ആഴ്ച ഇവർക്ക് ഗ്രഹോപകരണങ്ങൾക്കായി വ്യയം ചെയ്യേണ്ടി വരും. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾ വർദ്ധിക്കും. ബന്ധുജനങ്ങൾ ശത്രുക്കളായി മാറും. അവിവാഹിതർക്ക് സ്വന്തം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനും അത് വിവാഹത്തിലേക്ക് നീങ്ങാനും സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അലസതയും മടിയും കൂടുന്ന കാലമാണ്. പഠനത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. ശാസ്താപ്രീതിയും വിഷ്ണുപ്രീതിയും വരുത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കും. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവ ചേർന്ന മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ് അടുത്തതായി പറയാൻ പോകുന്നത്. മിഥുനക്കൂറിൽ ജനിച്ചവർ പൊതുവെ ഉയർന്ന മൂക്കും കറുത്ത കണ്ണുകളും കയ്യിൽ മത്സ്യചിഹ്നവുമുള്ളവരായിരിക്കും. ഇവർക്ക് ഈ ആഴ്ചയിൽ കർമ്മരംഗത്ത് നേരിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. രോഗശമനത്തിന് സാധ്യതയുണ്ട്. മധുരവാക്കുകളിലൂടെ കാര്യസാധ്യമുണ്ടാകും. പല വിധത്തിലുള്ള സുഖാനുഭവങ്ങളും മനസ്സന്തോഷവും കാണുന്നു. യാത്രാക്ലേശവും ദുഷ്പ്രവൃത്തിയും അപമാനവും ഉണ്ടായേക്കാം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും അയ്യപ്പസ്വാമിക്ക് എള്ളുവിളക്ക് സമർപ്പിക്കുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. അടുത്തത് പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവ ചേർന്ന കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. കർക്കിടകക്കൂറിൽ ജനിച്ചവർ ധൈര്യത്തോടും സൗഭാഗ്യത്തോടും കൂടിയവരായിരിക്കും. ഇവർക്ക് പല ഗ്രഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ഭാഗ്യപുഷ്ടി, സഹോദര ഗുണം, പുത്രലബ്ധി എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. വാതരോഗങ്ങൾ, കാര്യവിഘ്നം, സന്താനക്ലേശം എന്നിവ അനുഭവിക്കേണ്ടതായി വരും. കർമ്മരംഗത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടും. ആഴ്ച അവസാനത്തോടെ അമിതമായ ചെലവുകൾക്ക് സാധ്യത. ദോഷഫലങ്ങൾ കുറയുന്നതിനായി ദുർഗാപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുന്നത് ഉത്തമമാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവ ചേർന്ന ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ചിങ്ങക്കൂറിൽ ജനിച്ചവർ പൊതുവെ കോപിയും അഭിമാനമുള്ളവനായും സിംഹത്തെപ്പോലെ പരാക്രമിയുമായിരിക്കും. ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച ഭാഗ്യപുഷ്ടി, ധനലാഭം, ഭാര്യാസമാഗമം, ധർമ്മപ്രവർത്തികൾ എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാതടസ്സം, ധനം വന്നു ചേരേണ്ടതിൽ കാലതാമസം, പ്രണയപരാജയം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും കാലതാമസം നേരിടേണ്ടതായി വരും. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വിഷ്ണുപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുന്നത് അത്യാവശ്യമാണ്.
ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നിവ ചേർന്ന കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. കന്നിക്കൂറിൽ ജനിച്ചവർ പൊതുവെ സത്യവാനായും അന്യഭവനവും ധനവും ലഭിക്കുന്നവനായും ഇഷ്ടവാക്ക് പറയുന്നവനായും ഭവിക്കും. ഇവർക്ക് ഈ ആഴ്ച ശത്രുനാശം, രോഗശാന്തി, കാര്യാദികളിൽ വിജയം എന്നിവ കാണുന്നു. ഭാഗ്യവർദ്ധനവ്, ധനലാഭം, ആജ്ഞാശക്തി എന്നിവ ഉണ്ടാവും. വിദ്യാർത്ഥികൾ പഠനത്തിൽ പിന്നോക്കം പോകാൻ സാധ്യതയുണ്ട്. പ്രണയപരാജയത്തിന് സാധ്യത, വിവാഹ തടസ്സത്തിനുള്ള സാധ്യതയുണ്ട്. ധർമ്മദൈവ പ്രീതിയും സർപ്പപ്രീതിയും വരുത്തുന്നത് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവ ചേർന്ന തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ് അടുത്തതായി പറയാൻ പോകുന്നത്. തുലാക്കൂറിൽ ജനിച്ചവർ പൊതുവെ മെലിഞ്ഞ ശരീരത്തോടു കൂടിയവരായിരിക്കും. ദൈവവിശ്വാസം ഉണ്ടാകും. സജ്ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിത്തീരും. ഇവർക്ക് ഈ ആഴ്ച ശരീരസുഖം കുറയും. പ്രയോജനമില്ലാത്ത യാത്രകൾ വേണ്ടിവരും. രക്തസ്രാവം ഉണ്ടാകാം. ശത്രുക്കൾക്ക് നാശമുണ്ടാകും. അഗ്നി, ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അകാരണമായ ഭയം മനസ്സിനെ അലട്ടും. കോപം വർദ്ധിക്കും. പല പ്രകാരമുള്ള മനോവിഷമങ്ങൾ ഉണ്ടാകും. സന്താന ഗുണം കുറയും. ഉറക്കമില്ലായ്മ അലട്ടും. ജയവും ധനവർദ്ധനവും ഉണ്ടാകും. ഭാര്യയ്ക്ക് രോഗദുരിതങ്ങൾ കാണുന്നു. അഷ്ടമവ്യാഴം നടക്കുന്ന സമയമാണ്. പരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മാല, വിളക്ക്, പുഷ്പാഞ്ജലി, പാൽപ്പായസം എന്നിവ നടത്തുക. വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവ ചേർന്ന വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ് അടുത്തതായി പറയുന്നത്. വൃശ്ചികക്കൂറിൽ ജനിച്ചവർ പൊതുവെ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറത്തോടു കൂടിയവരായിരിക്കും. രോഗം കൊണ്ട് ബാല്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വരും. വളരെ പ്രത്യേകതയുള്ള കണ്ണുകളോട് കൂടിയ വ്യക്തികളായിരിക്കും ഇവർ. വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച സുഖഹാനി, മനക്ലേശം, വിദ്യാതടസ്സം എന്നിവ കാണുന്നു. രോഗം ശമിക്കുകയും ആഗ്രഹസാഫല്യം ഉണ്ടാകുകയും ചെയ്യും. കാര്യസിദ്ധിയും ബുദ്ധിവർദ്ധനവും ധനവരവും ഉണ്ടാകും. ശാസ്താപ്രീതി വരുത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കും. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവ ചേർന്ന ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ധനുക്കൂറിൽ ജനിച്ചവർ പൊതുവെ എല്ലാ കാര്യത്തിലും ഉത്സാഹമുള്ളവരായിരിക്കും. ദാനധർമ്മങ്ങളെ ചെയ്യുന്നവരായിരിക്കും. ഇവർക്ക് ഈ ആഴ്ച സുഖഹാനി, ബന്ധുക്കളെ കൊണ്ട് ദുഃഖം എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. മനോവിഷമങ്ങൾക്ക് സാധ്യത. ശത്രുശല്യം ഉണ്ടാവും. അനുഭവ ഗുണം കുറയും. ആരോഗ്യവർദ്ധനവും നാൽക്കാലി ലാഭവും സഹോദര ഗുണവും ഉണ്ടാവും. വിഷ്ണുപ്രീതി വരുത്തുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കും. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവ ചേർന്ന മകരക്കൂറിൻ്റെ ഫലങ്ങളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. മകരൻ രാശിയിൽ ജനിച്ചവർ പൊതുവെ ബലവാനായും സഞ്ചാരശീലനായും ഭാഗ്യവാനായും ഭവിക്കും. ഇവർക്ക് ഈ ആഴ്ച വിദ്യാതടസ്സം, കണ്ണിന് രോഗം എന്നിവ കാണുന്നുണ്ട്. ശത്രുനാശവും സ്വർണ്ണാഭരണ ലാഭവും ഉണ്ടാകും. സഹോദരങ്ങളുമായി ശത്രുതയ്ക്കുള്ള യോഗമുണ്ട്. യാത്രാഗുണം പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ആനുകൂല്യങ്ങൾ ലഭിക്കാം. അകാരണമായ ഭയം, ദുഃഖങ്ങൾ, രോഗശമനം എന്നിവയും പ്രതീക്ഷിക്കാം. ദുർഗാപ്രീതി വരുത്തുന്നതും ശാസ്താപ്രീതി വരുത്തുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കും. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവ ചേർന്ന കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഇവർക്ക് ജന്മത്തിൽ ശനി, 2-ൽ ചൊവ്വ എന്നിവ സഞ്ചരിക്കുന്ന കാലമാണ്. ഭാഗ്യദോഷം, സർക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ദോഷാനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യതയുണ്ട്. ആരോഗ്യം മെച്ചപ്പെടും. മഹാവിഷ്ണു പ്രീതി വരുത്തുന്നതും ശാസ്താപ്രീതി വരുത്തുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കും. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവ ചേർന്ന മീനക്കൂറിൻ്റെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇവർക്ക് 12-ൽ ശനിയും 3-ൽ വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ഈ ആഴ്ച ഇവർക്ക് ശിരോരോഗങ്ങൾക്കോ വ്രണത്തിനോ സാധ്യതയുണ്ട്. അലങ്കാര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാൻ ഇടയുണ്ട്. മാനസികമായ വിഷമതകൾ വർദ്ധിക്കാം. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. അനാരോഗ്യവും ദുഃഖവും അലട്ടും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും വിഷ്ണുപ്രീതിയും വരുത്തുക. പലരും നമ്മോട് ചോദിക്കാറുണ്ട്, ജാതകവശാൽ ദോഷസമയമാകുമ്പോൾ ഒരു വ്യക്തി എന്താണ് പ്രാഥമികമായി ചെയ്യേണ്ടതെന്നുള്ളത്.
നമ്മൾ പല പൂജകളും കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് തോന്നുന്നു. ജാതകവശാൽ ദോഷസമയത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ ഒന്നാമതായി ഈശ്വരഭക്തിയും ശുഭാപ്തി വിശ്വാസവും വളർത്തുക എന്നതാണ് ചെയ്യേണ്ടത്. ആത്മസംയമനത്തോടെ മാത്രം എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക. മൃദുവായ വാക്കുകൾ പറയാൻ ശ്രദ്ധിക്കുക. ഉന്നതമായ ദർശനവും ലളിതമായ ജീവിതവും ശീലിക്കുക. എപ്പോഴും അതിര് കവിയാത്ത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. എല്ലാത്തിനുമുപരി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ചൊല്ലി വിഷമിക്കാതിരിക്കുക. ദൃഢമായ വിശ്വാസത്തോടെ മനസ്സിനോട് പറയുക, ഈ കാലവും കടന്നുപോകും. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടാം. അടുത്ത ആഴ്ച പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ